ഹലോ ഗായ്സ്. സോ ഈ കൊടും തണുപ്പത്ത് ഞാൻ എന്താ ഈ ഡ്രസ്സ് ഇട്ടിക്കണേന്ന് ആലോചിക്കൂലേ? ആൻസർ ഐ വിൽ സേ ഓക്കെ. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഒരു കുട്ടി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഞാൻ റൂമിലിങ്ങനെ വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പം നോക്കിക്കഴിഞ്ഞപ്പോൾ ഉണ്ട് ആ വെതർ നല്ല കുറവെന്ന് വെച്ചാൽ തണുപ്പ് നല്ല കുറവ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് പുറത്തിറങ്ങാം. ഇപ്പം 12-14 ഡിഗ്രി കഴിഞ്ഞൊരു കണ്ടോ ഈ ഡ്രസ്സ് ഇട്ടിറങ്ങിയേക്കണ കണ്ടോ. ഇറ്റ്സ് ലൈക്ക് ഇതൊരു പക്ക സമ്മർ വെയറാണ്. പക്ഷെ അപ്പം ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ തണുപ്പിനോട് എന്തോരം സെറ്റായി എന്നറിയാലോ, അതും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇട്ടിട്ട് ഇറങ്ങിയത്. ലൈക്ക് ഇന്നിപ്പോൾ ഞാൻ ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞപ്പോൾ 15 ഇപ്പോൾ 16 എന്തോ ആണ്. പക്ഷെ ഞാൻ വന്ന സമയത്ത് എനിക്ക് 16 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജാക്കറ്റൊക്കെ ഇട്ട് ഹുഡിയൊക്കെ ഇട്ടൊക്കെ നടക്കുള്ളായിരുന്നു. പക്ഷെ ഇപ്പോൾ 16 ഇസ് ലൈക്ക് എ ഗുഡ് വെതർ, നല്ല രസമുള്ള വെതർ എന്നുള്ള സെറ്റപ്പായിട്ടോ. ഇപ്പം നമുക്ക് -2 -4 ചെയ്യും. കഴിഞ്ഞ ദിവസം ഞാൻ ഡെൻമാർക്കിൻ്റെ വ്ളോഗ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതിനകത്ത് പോണ വഴിക്കും പിജിറ്റ്സ് ആയിരിക്കുമ്പോൾ -10 ഡിഗ്രിയിൽ രാത്രി ഹംബുർഗിൽ ഞാൻ നിന്ന് മരിച്ചേർന്നു. എൻ്റെ പൊന്നോ. എന്തായാലും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് ഫാർ ബെറ്റർ, അടിപൊളി വെതർ. സോ ഞാൻ ഈ പോണ സ്ഥലം ഇത് ഞാനും ആദ്യമായിട്ട് കാണുന്ന സ്ഥലമാണ്. സോ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊക്കെ കാണിച്ചു തരാം. ഓക്കെ. ഇവിടെ ആൾക്കാർ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. എല്ലാവരും എവിടെ പോയി നോക്കിയാലും ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആരെങ്കിലുമൊക്കെ നടക്കാനും ആരെങ്കിലുമൊക്കെ സൈക്കിൾ ഔട്ടാനൊക്കെ ഉണ്ടാവും. നോക്കി എന്ത് ഭംഗിയാലേ ഈ സ്ഥലമൊക്കെ കാണാനായിട്ട്. എന്നാൽ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നിറച്ച് ഷോപ്പിംഗ് മാളുകളും അങ്ങനത്തെയൊക്കെ സെറ്റപ്പാണ്, പെട്രോൾ പമ്പും. ബട്ട് സ്റ്റിൽ അവരൊരു സൈഡിന് ബ്യൂട്ടിഫുൾ ആൻഡ് നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ വെച്ചേക്കാം അല്ലേ. നല്ല രസമല്ലേ. എൻ്റെ അത് നോക്കിയാ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്കൊന്ന് പോയി നോക്കിയാലോ. എന്തോ ആണത്, കാണിച്ചടാ. നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോ? സൂം ചെയ്യാൻ പറ്റണോ എനിക്ക്? നമുക്ക് ഇറങ്ങി നോക്കാം. എന്തായാലും പുഴേൻ്റെ സൈഡിൽ വീട്, ഈശ്വര വീടായിരുന്നു അത് പറഞ്ഞു. എൻ്റെ അമ്മച്ചി പാമ്പ് എന്ന് പറഞ്ഞ് തിരിച്ചുകൊണ്ടിരുന്നു. ഞാനിപ്പോൾ തന്നെ അമ്മച്ചി കയറാൻ പറ്റുന്നാവോ? ഇത് കണ്ട വീടാന്ന് തോന്നുന്നു. പുഴ ഇതല്ല മുതലേം കയറി വന്നാലോ. എൻ്റെ അമ്മേ പൂവ്. ഞാൻ ഇതുവരെയും പോവാത്ത വഴി കൂടെ പോണേ. എനിക്കിങ്ങനെ ഒറ്റ കടക്കാനായിട്ട് പേടിയൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിങ്ങനെ പോകും ഇടക്കിടക്ക്. കണ്ടാ പറഞ്ഞില്ലേ ഇവിടെ എന്തോ ഫാക്ടറിയോ എന്താണ്ടൊക്കെയാ. ബട്ട് സ്റ്റിൽ ഇവിടെ നോക്കൂ, ഹൗ ബ്യൂട്ടിഫുൾ. വാവ്. നമുക്ക് നോക്കാം. എന്തായാലും ഇവിടെ നടന്ന് എവിടെയാണ് ചെന്നാൽ തമിഴ് ചിലപ്പോൾ നല്ല സൂപ്പർ സ്ഥലമായിരിക്കും, ചിലപ്പോൾ നല്ല കോമൺ സ്ഥലമായിരിക്കും. ബട്ട് പൊതുവെ ഞാനിങ്ങനെ നടന്ന് എവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലും മറ്റു നമ്മളുടെ പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളില്ലേ, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എത്താറുള്ളത്. ആ ഒരു കാര്യത്തിൽ ഐ ആം വെരി അവിടെ മറ്റേ സൂപ്പർ മാർക്കറ്റൊക്കെ ആ ഒരു കാര്യത്തിൽ ഐ വെരി ലവ് ജർമ്മനി. എന്തായാലും എവിടെ എത്തണേ നമുക്ക് നോക്കാം. കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റണില്ലേ, കൈ വേദന എടുക്കണം. ഗായ്സ്, എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് അതല്ല ഇവിടുത്തെ ടോപ്പിക്. ഞാനിവിടെ നടന്ന് അങ്ങോട്ട് പോയി എനിക്ക് ഭയങ്കര നാറ്റ്, ഇവിടെ തന്നെ ഭയങ്കര നാറ്റ്. ഞാൻ നോക്കിയപ്പേ ആ സൂപ്പർ മാർക്കറ്റിൻ്റെ അങ്ങോട്ടേക്ക് കയറാനൊരു വഴി. യെസ്. സോ നമുക്ക് അങ്ങോട്ട് പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും തിന്നാം. അങ്ങോട്ട് നോക്കാം. എനിക്കാണെങ്കിൽ വിശപ്പുണ്ട്, നല്ല വിശപ്പുണ്ട്. ഒന്നാമത് ഇവിടെ ഇന്നൊന്നും വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല, ബിക്കോസ് ഇവിടെ ട്രാമുകളൊക്കെ ഇല്ലേ, മറ്റിതാ സ്ട്രൈക്കാ. അപ്പം നമുക്ക് ഒന്നും പോകാൻ പറ്റൂലല്ലോ, എല്ലാം ദൂരെയാണ്. എന്തായാലും ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. അപ്പം എനിക്കിനി വണ്ടികളില്ലെങ്കിലും ഒരു തെണ്ടീൻ്റെയും ഒരു വണ്ടീൻ്റെയും സഹായം ഇല്ലാണ്ട് സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റും. കണ്ടോ, ഞാൻ താമസിക്കുന്നത് സിറ്റിയിലാണ്, പക്ഷേ നേച്ചർ ഫ്രണ്ട്ലി ആയ കാടും ഉണ്ട് തൊട്ട് സൈഡിൽ. അതെ ഞാൻ കണ്ടുപിടിച്ച സ്ഥലം ഇത് ഉണ്ട്. ഇവിടെ DM ഉണ്ട്, ഇവിടെ അങ്ങനെ എല്ലാം ഉണ്ട്. കണ്ടോ ഗായ്സ്, ഇവിടെ വിശാലമായ ഷോറൂം. ഞാൻ ഇങ്ങനെ ഒരു സാധനം ഇതുവരെ വന്നിട്ടില്ല. കണ്ടോ
നിറച്ചു ആൾക്കാര്. ഞങ്ങളുടെ റോളൻ സെന്ററിനേക്കാളൊക്കെ ഭയങ്കര വലുത്. എന്തായാലും എന്തെങ്കിലും കയറി നോക്കാം. ഇവിടെ എല്ലാവർക്കും അങ്ങനെ വീഡിയോ എടുക്കണമെന്ന് ഇഷ്ടമല്ല, എല്ലാവരും ഇങ്ങനെ നോക്കി നോക്കി പോകുന്നുണ്ട്. എന്തായാലും ബാക്കി ഞാൻ പുറത്തിറങ്ങിയിട്ട് എടുക്കാട്ടോ. ബൈ ഗൈസ്, ഞാനിവിടെ ആദ്യമായിട്ടാണ് വന്നേട്ടാ. പക്ഷെ ഇത് ഭയങ്കര വലുതെന്ന് വെച്ചാൽ ഭയങ്കര വലുത്. കാണിച്ചരാം, കുറച്ച് കാണിച്ചരാം. ഇതുണ്ട് യമണ്ടൻ. ഇതിൻ്റെ ഒരു സെക്ഷൻ മാത്രമാണ്, അതായത് വീട്ടിലേക്കുള്ള സാധനങ്ങളുടെ സെക്ഷൻ. ഇതിൻ്റെ അങ്ങോട്ട് നോക്കിയേ, ഇതുണ്ടാ നിങ്ങളാ എൻഡ് കാണുന്നുണ്ടോ? ആ എൻഡ് വരെയും ഇതിൻ്റെ തന്നെ. ഇവിടെ ആൾക്കാരൊക്കെ നിറച്ച ആൾക്കാർ തൂക്കി പലതരം സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. രാത്രി ഞാൻ പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റും, കാരണം ഇവിടെ എല്ലാം ഉണ്ടല്ലോ. എൻ്റെ അമ്മേനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നാണ്ടല്ലോ, ഈ എന്താണ് ഈ പ്ലേറ്റുകളുടെയും ഇതിൻ്റെയൊക്കെ സെക്ഷനിൽ ഇവിടെ കിടന്ന് ഉരുളും. അമ്മാര് കയ്യിൽ കാശുണ്ടെങ്കിൽ പൊളിക്കാം. നല്ല എസ്തെറ്റിക് ആയിട്ടുള്ളതും ലൈക്ക് വീട്ടിലേക്കൊക്കെ വെക്കാൻ പറ്റിയ കുറേ സാധനങ്ങളൊക്കെ ഈ സെക്ഷനിലുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ സെക്ഷനിലും ഒരുപാട് സാധനങ്ങളുണ്ട്. കൊള്ളാം, ഇത്രയും വലിയൊരു സംഭവം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുണ്ടായിട്ട് ഞാനിപ്പോഴും ആദ്യമായിട്ട് കാണുന്നത്. ഞാനും ഒരു ദിവസവും കൂടി ഇവിടെ. സോ ഒരു വെള്ളം വാങ്ങിക്കാമെന്ന് പറഞ്ഞ് കയറിയിട്ട് ഞാനിപ്പോൾ അതേക്ക് കുറേ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടാണ് പോണേ. ബട്ട് സാരമില്ല, എൻ്റെ കാല് വേദന എടുക്കുന്നുണ്ട്. എന്താ, ഞാൻ സോക്സ് ഇട്ടില്ല, വടിയാർന്ന്. ഞാൻ വിചാരിച്ചില്ലല്ലോ ഇവിടെ വരുമെന്ന്, ഇത്ര നടക്കേണ്ടി വരുമെന്ന്. ഞാൻ ഇച്ചിരി നടന്നിട്ട് പോവാം, വീഡിയോ ഒക്കെ എടുത്തിട്ട് പോവാം എന്നുള്ള സെറ്റപ്പല്ല വന്നേ. പക്ഷെ ഇപ്പം കുറേ നടന്നപ്പേ ഷൂവിൻ്റെ അറ്റം കൊണ്ടിട്ട് കാല് വേനെടുക്കണം, തൊലി പോകുന്നുണ്ട്. ചെരുപ്പ് ഊരിട്ട് നടന്നാലോ എന്നൊരു ആലോചന എനിക്കില്ലാതില്ല. പക്ഷെ തണുപ്പായതുകൊണ്ട് നമുക്കത് പച്ചലാം. സോ അപ്പം ഞാൻ ഈ വീഡിയോ എന്ത് ചെയ്യാണ്, എൻ്റെ ഒരു ഗുഡ് വെതർ ഡേ, അതാണ് ഇന്നത്തെ ഡേ. അപ്പം ബൈ, ച്യൂസ്. അതാണ് നമ്മൾ ജർമ്മനിയിൽ പറയണത്. So, like my video, subscribe to my channel. Bye.